നമ്മളൊരു ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു PC യൂസ് ചെയ്യുന്നൊരു യൂസറാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് കാണാൻ കഴിയാം നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തൊരു ഹാർഡ് ഡിസ്ക് കാണും. എന്ന് പറയുമ്പം HDD ആകാം, SSD ആകാം. ഈ ഹാർഡ് ഡിസ്കിനകത്തായിരിക്കും നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡായിട്ട് വരുന്നത്. അതിനുശേഷം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുകയായിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബൂട്ട് ചെയ്യുമ്പം ഫസ്റ്റ് ഏത് ബൂട്ട് ചെയ്യണമെന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് നമ്മുടെ വേണ്ട OS യൂസ് ചെയ്യാം. നമ്മളിനി നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ ഫസ്റ്റ് കിടക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് തന്നെ എങ്ങനെയാണ് വേറൊരു OS കൂടെ ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഇപ്പോൾ വിൻഡോസ് ആണ്, വിൻഡോസിനകത്ത് എങ്ങനെയാണ് ലിനക്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതുമായാലും എത്ര ആയാലും ഡൗൺലോഡ് ചെയ്യാം. അപ്പം അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് വിർച്വൽ മെഷീൻ. നമ്മളപ്പോൾ ഇവിടെ VirtualBox എന്ന് പറഞ്ഞൊരു ടൂൾ വെച്ചാണ് ഇത് പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഹൗ ടു ഡൗൺലോഡ് കാളി ലിനക്സ് ഇൻ വിൻഡോസ് യൂസിങ് VirtualBox. ഇപ്പോൾ നമുക്കവിടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് അവിടെ ജസ്റ്റ് VirtualBox എന്ന് സെർച്ച് ചെയ്യാം. VirtualBox. അപ്പോൾ VirtualBox എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ലിങ്ക് ഉണ്ട്, Oracle VM എന്ന് പറഞ്ഞൊരു ലിങ്ക്. അതപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡ് VirtualBox 7.0 എന്ന് പറഞ്ഞൊരു കോളം കാണാം. അതപ്പോൾ ജസ്റ്റ് ഓപ്പൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഹോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വിൻഡോസ് ഹോസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആകുന്ന സ്റ്റാർട്ടാകും. അപ്പോൾ ഏകദേശം ഇത് 106 MB വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. ആ സമയത്തൊക്കെ അടുത്ത സാധനം ഡൗൺലോഡ് ചെയ്യാം. അതുകൊണ്ട് ജസ്റ്റ് കാളി ലിനക്സ് എന്ന് ജസ്റ്റ് നമ്മുടെ സെർച്ച് ബോക്സ് സെർച്ച് ചെയ്യുക, കാളി ലിനക്സ് ഡൗൺലോഡ്. അതിനുശേഷം ജസ്റ്റ് ഗെറ്റ് കാളി ലിനക്സ് എന്നതിൻ്റെ വെബ്സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ നമുക്ക് 2 ഓപ്ഷൻ കാണാം. ഒന്ന് ഇൻസ്റ്റാളർ ഇമേജസ്, അടുത്തത് വിർച്വൽ മെഷീൻസ്. അപ്പോൾ ഈ വിർച്വൽ മെഷീൻ ഡയറക്റ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പം തന്നെ നമുക്കവിടെ ചെല്ലാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് ചെല്ലാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ബാക്കിയുള്ള കളർ കാണിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ സ്ക്രോൾ ചെയ്തോടെ പ്രീ ബിൽഡ് വിർച്വൽ മെഷീൻസ് എന്ന് പറയുന്ന സെക്ഷനോട്ട് ചെന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ജസ്റ്റ് VirtualBox 64 എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. VirtualBox 64 താഴത്തെ VirtualBox വീക്ക്ലി അല്ല സെലക്ട് ചെയ്യേണ്ടത്, അത് ഓർക്കുക. ഇതപ്പോൾ ഏകദേശം 2.something GB ഉണ്ട്, ഏകദേശം 3 GB അടുത്ത് തന്നെ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് 2 ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് VirtualBoxൻ്റെ സെറ്റപ്പ് ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിനുശേഷം ജസ്റ്റ് എല്ലാം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ജസ്റ്റ് അലോ എല്ലാം കൊടുത്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ടൈം പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ സ്കിപ്പ് ചെയ്ത് കളയുവാണ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നമുക്കിവിടെ നമ്മുടെ VirtualBox ഇൻസ്റ്റാളായി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് അടുത്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് കാളി ലിനക്സ് എന്ന് പറഞ്ഞ സിപ്പ് ഫയൽ അതപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനത്തെ സിപ്പ് ഫയൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, കാരണം നിങ്ങളുടെ വിൻഡ്രാറോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഫയൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇവിടെ സിമ്പിളായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ഇതിനെപ്പറ്റി. അപ്പോൾ ഇത് നമുക്ക് നല്ല ടൈം പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വെയിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സീനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫയലിവിടെ എക്സ്ട്രാക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എക്സ്ട്രാക്റ്റ് ആയ കാളി ലിനക്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അകത്ത് വേറൊരു ഫോൾഡർ കാണും, അതോടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് കിടക്കുന്ന ബ്ലൂ നിറത്തിലുള്ള കാളി ലിനക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ VirtualBox മെഷീൻ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇവരിപ്പോൾ ഡിഫോൾട്ടായിട്ട് സെറ്റിംഗ്സ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേക്കുമായിരിക്കും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെ നിന്നപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നേരെ നമുക്ക് നമ്മുടെ കാളിയൻസ് ഓപ്പൺ ആകുന്നതാണ്. എന്നാലും ഇന്ന് ചിലവർക്ക് അത് എറർ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എറർ വരാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ സെറ്റിംഗ്സ് ജസ്റ്റ് എടുക്കുക. അതിനുശേഷം ഇവിടുത്തെ സെറ്റിംഗ്സൊക്കെ നമുക്ക് ഡിഫോൾട്ട് ചിലപ്പോൾ നമുക്ക് മാച്ച് ആകത്തില്ലായിരിക്കും. ഇവിടെ ജസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സെക്ഷനോട്ട് ചെന്നിട്ട് മദർ ബോർഡ് എല്ലാം ഡിഫോൾട്ട് കൊടുത്താൽ മതി. ഈ പ്രൊസസ്സർ എന്ന് പറഞ്ഞ സെക്ഷൻ നിങ്ങളുടെ പ്രൊസസ്സറിൻ്റെ ഒരു കേപ്പബിലിറ്റി വെച്ച് ഇരിക്കും. ശരിക്കും 4 നല്ലത്, പക്ഷേ എൻ്റെ പ്രൊസസ്സറിന് 4 വരുമ്പോൾ റെഡ് മാർക്കിൻ്റെ അകത്ത് വരും. അതുകൊണ്ട് ഞാൻ 2 സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കത് ആ 4 ഗ്രീൻ മാർക്കിൻ്റെ അകത്താണ്, നിങ്ങൾക്ക് 4 സെലക്ട് ചെയ്യുന്നത് ബെറ്റർ. അതിനുശേഷം ഡിസ്പ്ലേ എല്ലാം നമുക്ക് ഡിഫോൾട്ടിനെ കൊടുക്കാം. അതിനുശേഷം സ്റ്റോറേജ് ഇവിടെയാണ് എല്ലാം വരുന്നത്. ഈ കൺട്രോളർ എന്ന സെക്ഷനിൽ ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് കളേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ഇല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേലുള്ള MG ക്ലിക്ക് ചെയ്ത് ഈ സൈഡിലുള്ള ചൂസ് എ ഡിസ്ക് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആ ഡിസ്ക് ഫയൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് എന്തായാലും ഇവിടെ കൺട്രോൾ ഫയൽ നേരത്തെ ഇവിടെ ഒരു ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാളി ലിനക്സ് എന്നുള്ള ഡിഫോൾട്ടായിട്ടൊരു ഫയൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മുടെ വിർച്വൽ ബോക്സ് ഇപ്പോൾ ഇതൊക്കെ ഓപ്പൺ ആയി വരുന്നുണ്ട്. കുറച്ചിന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വിർച്വൽ ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. VirtualBox 7.0 എന്ന് കാണുന്നുണ്ട്. അപ്പോൾ വിർച്വൽ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിനകത്തുള്ള കാളിലിനസ് ആണ് ഇപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സ്ലോ പ്രോസസ്സാണ്. അവിടെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കിയ നമ്മുടെ വിൻഡോയുടെ സൈസ് ഇത്ര ചെറുതായിരിക്കും. അങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കാൻ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ നമ്മുടെ കാളിൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വെക്കാം. എന്തായാലും നമ്മൾ വിർച്വൽ മെഷീൻ വഴി കയറ്റിയതായതുകൊണ്ട് നമുക്ക് വേറെ ഇൻസ്റ്റാളേഷനൊന്നും വരുന്നില്ല. അതുകൊണ്ട് അതെല്ലാം സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. നിങ്ങളിപ്പം എൻ്റെ അതേപടി ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഈസി ആയിട്ട് വിടാം. അതല്ലെങ്കിൽ നമ്മൾ ഓരോ ലാംഗ്വേജും കേരളം സെലക്ട് ചെയ്ത് അങ്ങനെ കുറേ പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ കാളി ലിനക്സ് ഇവിടെ ലോഡാകുന്നുണ്ട്. അപ്പോൾ ലോഡായി കഴിഞ്ഞ് നമുക്കിതുപോലെ ലോഗിൻ പേജ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് അവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുക. എൻ്റെ ഇപ്പോൾ കാളി എന്നാണ് യൂസർ നെയിം. അപ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിം അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് സൈഡിൽ ലെഫ്റ്റ് കോർണറിൽ നോക്കിയാൽ അതാണ് ഇവിടെ യൂസർ നെയിം. അപ്പോൾ പാസ്വേഡ് ശരിക്കും വരേണ്ടതല്ല. ഞാൻ പക്ഷേ ലോഗിൻ ചെയ്തിട്ട് ഇൻകറക്റ്റ് പാസ്വേഡ് എന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് എടുത്ത് നോക്കാം. ചിലപ്പോൾ അതായിരിക്കും ഇവിടെ വരുന്നത്. ഗൈസ്, അതും അല്ല വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യണം. അപ്പോൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് എങ്ങനെയാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ കാരണം എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ റീസെറ്റ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. ഞാനിപ്പോൾ എൻ്റെ യൂസർ നെയിമും പുതിയ പാസ്വേഡും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാളി ലിനക്സ് എന്ന് പറഞ്ഞ ഡെസ്ക്ടോപ്പിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡെസ്ക്ടോപ്പ് ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫുൾ സ്ക്രീൻ ആക്കുന്നതിന് ജസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫുൾ സ്ക്രീൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ലിനക്സ് ഫുൾ സ്ക്രീനിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഓരോരോ കാര്യങ്ങൾ സ്റ്റാർട്ട് മെനുന്നൊക്കെ നോക്കാം. അതെല്ലാം നമുക്ക് ടെർമിനൽ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് വല്ലതൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ജസ്റ്റ് നമ്മുടെ ടെർമിനൽ എടുത്ത് ജസ്റ്റ് LS എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പം കംപ്ലീറ്റ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെർമിനലും വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാം. ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ വിർച്വൽ ബോക്സ് ചെയ്യുന്ന എക്സിറ്റ് ആകുന്നതായിരിക്കും. നമ്മുടെ കാളി ലിനക്സ് ഷട്ട് ഡൗൺ ആയിട്ടുണ്ട്. നമ്മുടെ വിർച്വൽ ബോക്സിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാളി ലിനക്സ് വിർച്വൽ മെഷീൻ വഴി വിൻഡോസിൽ കയറ്റുക. ഇങ്ങനത്തെ മികച്ച ടെക്നിക്കൽ വീഡിയോസ് കിട്ടാനായി ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.